പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, പഠന പരീക്ഷകളിലൊക്കെ എല്ലാം വ്യാപൃതരയ്ക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. വിവാഹം ഒത്തുവരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരെ, വിവാഹ ദിനങ്ങളെ പ്രതീക്ഷിക്കുന്നവരെ, കർത്താവ് അതിനുവേണ്ടിയുള്ള ചുറ്റവട്ടങ്ങൾ ചെയ്യുന്നവരെ, ഒരുക്കങ്ങൾ നിശ്ചയിക്കുന്നവരെ, സാമ്പത്തികം അന്വേഷിക്കുന്നവരെ, തേടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവരെ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നവരെ മനസ്സ് വെച്ചിരിക്കുന്ന ഈ മാസത്തെ ലക്ഷ്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നടപ്പിൽപ്പെടുത്തുകയും ചെയ്യട്ടെ. നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മകനെക്കുറിച്ചാകാം, മകളെക്കുറിച്ചാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, അത് എന്തു തന്നെയായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവിൻ്റെ രക്തനിര തളിക്കപ്പെടുകയും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് മക്കൾ ലഭിക്കുന്നതിനായി ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രശ്നങ്ങളുള്ളവരെ, ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതിലൊക്കെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവർ, വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ആന്തരിക മനുഷ്യനെ, അതായത് ഈ നമ്മുടെ മതത്തിന്റെ രഹസ്യങ്ങൾ മഹത്വമാണെന്ന് പൗലോസ് പറയത്തില്ല. തിമോത്തി 3:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കണ്ടാ, അതായത് ഈ മതത്തിൻ്റെ ശ്രേഷ്ഠതയിലുള്ളതാണ് ഈ ആന്തരിക മനുഷ്യൻ്റെ ശക്തി പ്രാപിക്കൽ. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിലെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് യൂദാസ് വന്ന് ചുംബിച്ചപ്പോൾ അവൻ എന്താ വിളിച്ചത്? മത്തായി 26:49-50
അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്തു ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പൊ ഇത് വിഷയത്തില് ചുംബിച്ചത് എന്താണെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. എന്താ കാര്യത്തിൽ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അതങ്ങനെ വാക്കുണ്ട്. 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പൊ എന്ത് വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു മുഹൂർത്തത്തിലാണ് യുവദാസ് മുന്നോട്ട് വന്ന് അവനെ ചുംബിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? യുവദാസ് വരുന്നതും ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് തനിക്ക് സംഭവിക്കാതിരുന്നത് മുൻകൂട്ടി അറിഞ്ഞു. അപ്പം അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ച് കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിടണ കണ്ടില്ലേ? എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണേ. ഇതൊരു ഭയങ്കര ലോകത്തീശ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത്. എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചാൽ. കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. സ്നേഹിത, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റുകൊടുക്കുന്നു. അതായത് അത് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ഇവനിപ്പോൾ കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവന് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യുന്നറിയാവോ? മനുഷ്യരാശി, അമ്മയും കുഞ്ഞും ഭാര്യയും ഭർത്താവും എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന ദൈവികമായ വികാരത്തെ കൈമാറുന്നത് ചുംബനം കൊണ്ട്. അതിനെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നത് യുദാസിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ആ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ്റെ പിന്നിലും കർത്താവ് സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? ആന്തരിക മനുഷ്യൻ്റെ ബലം പ്രാപിക്കലാണ്. എഫേസ്യൻസിലെ 3:16 അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. ഇത് ഞാൻ പറഞ്ഞു കേട്ടത് ഇതുമായിട്ട് അവിടുത്തെ മഹത്വ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. ഈ ഒരു സാഹചര്യത്തിലും വിശ്വാസം വഴി എന്താണ് നമ്മൾ വസിക്കേണ്ടത്? വിശ്വാസം വഴി നമ്മളിൽ ക്രിസ്തു വസിക്കണം. വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ ഫലം അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതൊക്കെ ആദ്യകാലം ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിനേക്കാൾ സപ്ലിമേറ്റഡ് ആയിട്ട് സുവിശേഷ പെരുമാറുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ കൈവരിക്കേണ്ട ഒന്നാമത്തെ നേട്ടം. ഇത് നമുക്കൊരു ചാലഞ്ചാണ്. ഇന്നത്തെ എല്ലാ ജീവിതത്തിലും നിനക്കിത് വഴിപിടിച്ച നിൻ്റെ പെരുമാറ്റത്തിലെല്ലാം ഈ ഒരു ചൈതന്യം നിലനിന്ന് നിർത്താൻ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചതായിട്ട് നിനക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ ഞാൻ എൻ്റെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്കെല്ലാം അറിയാം. നഴ്സിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ഫീൽഡായാലും തിയറി ആയാലും എനിക്കെല്ലാം അറിയാം. അപ്പം ഞാൻ എവിടെ പോയാലും രക്ഷപ്പെടും എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. പരീക്ഷകൾ എഴുതിയാലും 10 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ഞാൻ ഫെയിലാവുമായിരുന്നു. റീവാലുവേഷന് കൊടുത്താലും എനിക്ക് കിട്ടുകയില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ ഞാൻ ആഴമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. നോട്ട് ബൈ യുവർ മെറിറ്റ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നുമില്ല. പിന്നെ വിശുദ്ധ ലൂക്ക 18:27 ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. അപ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു. മാതാവിനോട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. എപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ എന്ന്. അതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ UK പ്രോസസ്സിംഗ് എല്ലാം ശരിയായി. ഒരു പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് എല്ലാം ശരിയായിരിക്കുന്നത്. വിസയും എൻ്റെ കയ്യിൽ കിട്ടി 2 ദിവസം മുൻപ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. കൂടാതെ ഞാനിവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറയുന്നു, എൻ്റെ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷനും പനിയും തുടർച്ചയായി ഉണ്ടായിരുന്നത് മാറിക്കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ മോനുമുണ്ടല്ലോ ഇങ്ങനെ തന്നെ, ഞാൻ ഇതുവരെ അതെൻ്റെ അമ്മയോട് പറയായിരുന്നേ. അപ്പോൾ എൻ്റെ മകന് എല്ലാ മാസവും 5 ദിവസം പനി വരും. ഡോക്ടേഴ്സിനെ പലവരെയും മാറി മാറി കാണിച്ചു, കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു. പക്ഷേ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല, റിസൾട്ട് നോർമലാണെന്നാണ് പറയണേ. പക്ഷെ അവന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 5 മാസം ശക്തമായ പനിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഇത് മാറ്റി തരണമെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷം നവംബറിൽ മുതൽ ഇതേവരെ അവന് ഒരു മാസം വിട്ടുള്ള പനി വന്നിട്ടില്ല. പിന്നെ അവനും ഭയങ്കര കോൺസ്റ്റിപ്പേഷനായിരുന്നു. 3/4 മണിക്കൂർ ടോയ്ലറ്റിലിരിക്കും. അതിൻ്റെ ഇടയിൽ എന്നെ വിളിച്ച് കരയും, ഞാനും ചെല്ലും. അങ്ങനെ ഒന്നും പോകാതെ മാനുവലായിട്ട് വരെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ വയറിൽ കുരിശടയാളം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരെ അവൻ ഡിസംബർ കഴിഞ്ഞപ്പനെ ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നന്നായിരിക്കുന്നു. പിന്നെ അതുകൂടാതെ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു വിഷയമായിരുന്നു ചേച്ചിയുടെ മകൾക്ക് +2 ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിനും മേമയുടെ മോളുടെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുന്നതിനും. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. അതും കൂടാതെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ശക്തമായ പനിയും BP ഫോളും കാരണം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അന്ന് അഡ്മിറ്റായതിൻ്റെ വൈകുന്നേരം തന്നെ ചേട്ടന് സാച്ചുറേഷനൊക്കെ ഡ്രോപ്പായി, ഭയങ്കര ബുദ്ധിമുട്ടായി, ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് തന്നെ അസുഖം കണ്ടുപിടിക്കുകയും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അസുഖം ഭേദപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നതിനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. കൂടാതെ എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിച്ചു. ഇപ്പോൾ അവരെന്ത് വേദന വന്നാലും അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആദ്യം ഓടി വരും, അമ്മ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പരട്ടി തരും അമ്മേ, അപ്പം ഞങ്ങളുടെ അസുഖം മാറുമെന്ന്. എങ്ങനെയാണെന്നറിയില്ല, ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് റെജി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്.
എൻ്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് UK പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോന് ഓൺസൈറ്റ് വഴി UK പോകാനെല്ലാം ഒത്തപ്പം മോൾക്ക് ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് UK പോകേണ്ട ഒരു ആവശ്യം വന്നു. മോൾക്കതിന് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മമ്മി ഉടമ്പടി എടുക്കണം. എനിക്ക് ഇവിടുന്ന് തന്നെ ജോലി കിട്ടി. UK ഇവിടുന്ന് ഇൻ്റർവ്യൂ പാസ്സായി. എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഒത്തിരി 5-8 ഇൻ്റർവ്യൂവോളം അവൾ അറ്റൻഡ് ചെയ്തു. ചെറിയ ഇൻ്റർവ്യൂ ആയിട്ട് പോലും അതെല്ലാം ഫെയിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോനെ ജോലി കിട്ടി മാത്രമേ UK മാതാവ് മോനെ കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അവൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറുത് പോലും കിട്ടിയില്ല, പിന്നെ എനിക്കിത് കിട്ടുമോ മമ്മി എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ആ ഇൻ്റർവ്യൂ അവൾക്ക് കിട്ടുകയും അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ഇവിടുന്ന് ചെന്ന് തന്നെ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ ഒരാഴ്ചയോളം ഹോട്ടലിലാണ് താമസിച്ചത്. ഒരാഴ്ച ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞങ്ങൾക്കൊരു വീട് ശരിയാകുന്നില്ല, മമ്മി അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 26/7/2022 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി. കർത്താവേ, കുഞ്ഞുങ്ങൾക്കൊരു വീട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിയത്. ധ്യാനത്തിൻ്റെ ഒടുവായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന ആരോ പറയുന്നു, എൻ്റെ കാര്യം അച്ഛനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് മനസ്സിലാഗ്രഹിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്തുവാണ് എൻ്റെ കാര്യം എന്തെന്നറിയത്തില്ല, അമ്മയ്ക്കറിയാം, വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളുക എന്ന്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നല്ലൊരു വീട് ഞങ്ങൾക്ക് ശരിയായി, ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് താമസം മാറും എന്ന് വിളിച്ച് പറഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ കാര്യം, എൻ്റെ രണ്ടാമത്തെ മകളെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഓഡിറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മോളെ 2 വർഷമായി ജോലി ചെയ്യുന്നുവെങ്കിലും ജോലിയിൽ ഹൈക്കോ പ്രമോഷനോ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചത് ഫലമായി അവൾക്ക് പ്രമോഷനുമായി ഹൈക്കുമായി. അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. 6ാമതായി ഞാൻ സാക്ഷ്യം വെച്ചത്, എൻ്റെ ചേച്ചിയുടെ മകനെ കോവിഡ് കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വലിയ പ്രയാസമായിട്ട് 6 മാസമായി ബഹ്റൈനിൽ ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം രജിമാമേ എന്ന് എന്നോട് പറഞ്ഞ് ഞാനിതുപോലെ അവന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം നടക്കുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ അവിടെ പുതിയ ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. 4ാമതായി എൻ്റെ ഭർത്താവിന് ഇച്ചിരി മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിച്ച് അത് പരിപൂർണമായി അത് മാറിക്കിട്ടി. അത് 4ാമത്തെ സാക്ഷ്യം. എനിക്ക് മാതാവും ദൈവവും ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മാതാവിനും ദൈവത്തിനും ഞാൻ കോടാനുകൂടി. എൻ്റെ പേര് സെറ്റ്ലീന, ഞാൻ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 9 ഈ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. ഞാൻ വന്നതെന്ന് പറയുന്നത് ഒത്തിരി വിഷമങ്ങളോടെയാണ് വന്നത്. പ്രധാനമായിട്ടും എൻ്റെ മോന് ജോലി ഇല്ലായിരുന്നു. 4 മാസമായി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലിയൊന്നും ആയില്ല. അങ്ങനെ ഞാൻ വന്ന് നിയോഗം വെച്ചതിൽ 3ാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ ജോലിയെക്കുറിച്ചായിരുന്നു.
ഞാൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പേ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോന് ജോലി ലഭിക്കുകയും എൻ്റെ മോൻ നല്ലൊരു ജോലിക്ക് പ്രവേശിച്ചു. അത് നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാൻ കഴിഞ്ഞു. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വത്തെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ പേര് റോസ്ലി തോമസ്. ഞാൻ വെട്ടിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾക്ക് CMA USA പരീക്ഷ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് ക്ലാസ്സിലെല്ലാം ഫസ്റ്റായിരുന്നു, റാങ്കായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു അവൾക്ക് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് വന്നപ്പോൾ, തിരുവനന്തപുരത്തായിരുന്നു പരീക്ഷ എഴുതിയത്, പരീക്ഷയ്ക്ക് വന്നപ്പോൾ അവൾക്ക് പരീക്ഷാക്കുള്ളിൽ കയറിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. പഠിച്ചത് എന്താ പഠിക്കാത്ത എന്താന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ടെൻഷൻ മൂലം ഒന്നും എഴുതാൻ പറ്റിയില്ലായിരുന്നു. കരഞ്ഞുകൊണ്ട് പരീക്ഷാക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഇവിടെ വന്ന് അമ്മയോട് എടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾക്ക് വീണ്ടും 2ാം പ്രാവശ്യം പാർട്ട് 2 പരീക്ഷ എഴുതിയപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് അമ്മയോട് വീണ്ടും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവരോട് സഹകരിച്ചു പോവുകയും ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയുടെ ഉടമ്പടിക്കാശ്ശേരി വിളിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് തൈലം തൊട്ട് നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശ് രൂപം കൊടുത്തു വിടുകയും പരീക്ഷാക്കുള്ളിൽ കാശൊന്നും കയറ്റത്തില്ലെങ്കിലും പുറത്ത് വെച്ച് അമ്മയുടെ രൂപം ഒന്നും കൂടി മുത്തിയിട്ട് പരീക്ഷാക്കുള്ളിൽ കയറിപ്പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു പരീക്ഷ ഭയങ്കര പാടായിരുന്നു, കിട്ടുമോയെന്ന് തന്നെ സംശയമാണ്, കൃപാസന മാതാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അത്രയും പാടായിരുന്നൊക്കെ എന്തൊക്കെയോ കറക്കി കുത്തി എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കൃത്യം പോയിൻറ്റിൽ പരിശുദ്ധ അമ്മ അവൾക്ക് CMA 2 പേപ്പറുകൾക്കും പാർട്ട് 1നും 2നും മാർക്ക് നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ. അതോടൊപ്പം തന്നെ അവൾക്ക് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പ്രാക്ടീസിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പോകാനും പെട്ടെന്ന് തന്നെ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ആ മാസം തീരുന്നതിന് അവസാനം തന്നെ അവൾ പോയപ്പോഴെല്ലാം ഞാൻ കൊന്ത ചൊല്ലി അമ്മയുടെ കാശുരൂപം വെച്ച് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ആ മാസത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴത്തേക്കും അവൾക്ക് സിയയുടെ കമ്പനിയിൽ, നല്ല പ്രശസ്തമായൊരു കമ്പനിയിൽ, ദുബായിൽ സിയയുടെ കമ്പനിയിൽ അത്യാവശ്യം നല്ല ശമ്പളത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ജോലി കിട്ടി. 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ മെയ്യിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല മനോഹരമായ നല്ലൊരു ഭവനം തന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ നല്ലൊരു ഭവനം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 2ാമത്തെ മോൾക്ക് OIT പഠിപ്പിക്കുവാനുള്ള ജോലിയും കൃപയും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഈ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും മാതാവിനും 1000 സ്തുതി, നന്ദി, സ്തോത്രം, ആരാധന, മഹത്വം. എൻ്റെ പേര് മരിയ, കുർമനാട് ഇടവക ഫെറോന പള്ളിയിൽ നിന്ന് ഞാനിവിടെ വരുന്നു. 2019 മുതൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം തന്ന് എനിക്കൊരു ഭവനം പണിയാനുള്ള കൃപ തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3 സെൻറ്റ് സ്ഥലം തരാനിരുന്ന ആൾ 5 സെൻറ്റ് സ്ഥലം തരികയും പള്ളിയിൽ നിന്ന് എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. കൊറോണയൊക്കെ വന്നപ്പോൾ പള്ളിയിൽ നിന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ചു. 1 വർഷം അത് പാഴായി അവിടെ കിടക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ മാതാവിൻ്റെ അടുത്ത് 33 പ്രാവശ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ തിരിച്ചു വിളിക്കുകയും ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഭവനം പൂർത്തിയായി, ഞങ്ങളതിൽ താമസിക്കുകയും ചെയ്തു. പിന്നെ ഭവനത്തിനകത്ത് വെള്ളമില്ലായിരുന്നു. 1 കുഴൽക്കിണർ കുഴിച്ചു, പക്ഷേ വെള്ളമില്ല. 2ാമത് 1 കുഴൽക്കിണറൂടെ കുഴിച്ചു, വെള്ളമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ തന്ന പാറമേൽ പണിത ഭവനത്തിൽ നിന്ന് നീ തന്നെ എനിക്ക് വെള്ളം തരണം, ഈ പാറമേൽ നിന്ന് തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഫലമായി എൻ്റെ മകൻ ആ വസ്തുവിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ഓലി പോലെ കുഴിച്ചിട്ട് അവൻ തന്നെ അത് കുഴിച്ച് അവൻ്റെ അരയോളം ആക്കി. അപ്പോൾ ഒരു സ്ഥലത്ത് പാറയും ഒരു സ്ഥലത്ത് ചീങ്കയുമായിരുന്നു. ചീങ്കയിൽ നിന്ന് 3-4 ഉറവകൾ വരികയും പാറയിൽ നിന്ന് വെള്ളം വരുന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് വയ്യാതായപ്പോൾ അവൻ വേറെ ആളിനെ നിർത്തി കുഴിച്ചപ്പോഴത്തേക്കിന് പാറയ്ക്കകത്തുനിന്നും വെള്ളം 3-4 ഉറവകളായി വന്നു. അസാധ്യമെന്ന് പറയട്ടെ, 5 അരിഞ്ഞാണം ഞങ്ങൾ റിങ് ഇറക്കി 2 പ്രാവശ്യം വെള്ളം നല്ലതാക്കാൻ വേണ്ടി മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് നല്ലതാക്കി വെള്ളം എടുത്തത്. ഇപ്പോൾ 5 അരിഞ്ഞാണം ഞങ്ങൾ ഇറക്കുകയും ചെയ്തു. 4 അരിഞ്ഞാണം കവിഞ്ഞ് വെള്ളം നിൽക്കുകയും കണ്ണുനീർ പോലത്തെ വെള്ളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതേ സ്ഥാനത്ത് അവിടെയുള്ള കിണറുകളിലെല്ലാം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അമ്മ എനിക്ക് തരാതെ നല്ല വെള്ളം തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അമ്മയ്ക്കും മാതാവിനും. പിന്നീട് എൻ്റെ ദേഹത്ത് 3-4 വർഷമായിട്ട് ദേഹത്ത് മുഴുവൻ അലർജിയുടെ ചൊറിച്ചിലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങിക്കൊണ്ടുപോയി അത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് അലർജി രോഗം സൗഖ്യപ്പെട്ടെന്ന് അതിൽ കണ്ടു. ഉടനെ തന്നെ ഞാൻ അമ്മ തന്ന ഉപ്പ് എടുത്തും കൊണ്ട് ഉടനെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഉപ്പ് വെള്ളത്തിൽ ഉപയോഗിച്ച് എൻ്റെ ദേഹത്ത് തേച്ചു. പിന്നെ ഇതുവരെയും എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടുമില്ല, ഒരു കുഴപ്പവുമില്ല. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് 1000 നന്ദി കൃതജ്ഞത ആരാധനയെ സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി.